ആരിഫ് സർ, ഗാസയിൽ അങ്ങനെ വെടിനിർത്തൽ കരാർ ഒപ്പുവച്ചിരിക്കുന്നു. 2-3 ദിവസങ്ങളായി ഇതിന്റെ ആഘോഷത്തിലാണ് ഗാസയിലെ ജനങ്ങൾ എന്ന തരത്തിൽ ഒട്ടനവധി വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി എല്ലാവരും ചോദിക്കുന്നത് ശേഷമാണ്. അതായത് വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഗാസ, ഹമാസ് അല്ലെങ്കിൽ പലസ്തീൻ, ഇസ്രയേൽ എങ്ങനെ ഇനി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും, അങ്ങനെയൊക്കെ. ആരിഫ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വെടിനിർത്തൽ കരാർ എങ്ങനെ പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത? കാരണം യുദ്ധാനന്തരമുള്ള ഒരു ഗാസ, അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യവും. എന്തായിരിക്കാം ഇനി അവിടെ വരാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ വിഷയത്തെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾ തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിക്കുള്ളൂ. ശരിക്കും ഗാസയിൽ വെടി നിൽക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഇത് ആദ്യമായിട്ടല്ല ഇതുപോലുള്ള യുദ്ധങ്ങൾ അവിടെ സംഭവിക്കുന്നതും ഇതുപോലെ ഈ സമാധാന ശ്രമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പോൾ ഒപ്പുവെക്കൽ നടന്നിട്ടില്ല. സമാധാന ശ്രമം അംഗീകരിക്കുകയാണ് ചെയ്തത്. സീസ് ഫയർ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പുവെക്കൽ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. മാത്രമല്ല ആ പ്രോസസ്സിൽ മുന്നോട്ട് വെച്ച സീസ് ഫയർ ഡീൽ അത് 100% അംഗീകരിച്ചിട്ടുമില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തിലും അതുപോലെ അതിൻ്റെ ഒരു ഇന്റർനാഷണൽ ഫോഴ്സിന്റെ കാര്യത്തിലൊക്കെയാണ് തുടക്കത്തിലൊരു തീരുമാനമായിരിക്കുന്നത്. അല്ലെങ്കിൽ അതിലാണ് ചർച്ച നടന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വേറെയും വരുന്നുണ്ട്. ഒരു 3-4 മേഖലകളായിട്ട് നമുക്കതിനെ തിരിക്കാം ഈ പറയുന്ന സീസ് ഫയർ ഡീൽ. അതിലേറ്റവും പ്രധാനമാണ് ഈ ബന്ദികളുടെ റിലീസ് സംബന്ധിച്ചുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ അത് ശേഷം അവിടെ ഇതിന്റെ റീബിൽഡിങ്ങിനെ സംബന്ധിച്ച്, പിന്നെ ഇതിന്റെ ഒരു സെക്യൂരിറ്റി എങ്ങനെയെന്നുള്ളത് സംബന്ധിച്ച്, പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പീസ്. അതൊരു ലാസ്റ്റിംഗ് പീസ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതൊരു പീസ് ഫോർ എൻഡിങ് എ വാർ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതൊരു പീസ് ഫോർ പീസ് എന്ന് പറയുന്ന ഒരു ലെവൽ. ഇത് സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പോളിസി ചേഞ്ചസ്. അതുപോലെ തന്നെ അവിടെ ഒരു ഹാർമണി അവിടെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഗ്രൗണ്ട് ലെവൽ ആക്ടിവിറ്റീസ്. അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ജൂതവിരുദ്ധത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഈ പറയുന്ന ഈ സീസ് ഫയർ ഡീലിൽ പറയുന്ന വിഷയങ്ങളായിരുന്നു. 20 ഇനം അതിനകത്ത് പറഞ്ഞതിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ കാര്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച നടന്നിട്ടുള്ളൂ. ഈ ബാക്കി കാര്യങ്ങളിലൊക്കെ ഇനി ചർച്ച നടക്കാനിരിക്കുന്നു. അതിൽ തന്നെ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടാതെ നിൽക്കുന്ന സംഗതിയാണ് ഇത് പീസ് ഫോർ പീസ് എന്നുള്ളൊരു രീതിയിൽ ഇത് ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയൊന്നും ഇപ്പോഴും അവിടെ വന്നിട്ടില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യുദ്ധം അല്ലെങ്കിൽ വെടിനിർത്തൽ അവിടെ ശരിക്കും വെടി നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ നിൽക്കില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു വിരാമം, അത് ഉണ്ട തീർന്നതുകൊണ്ട് നിർത്തി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. പിന്നെ വെടിവെക്കാൻ ആളില്ലാത്തതുകൊണ്ട് അതിനി ആള് വന്ന് റിക്രൂട്ട്മെന്റ്സ് ഒക്കെ കൂടുതൽ വന്ന് ഉണ്ടകളൊക്കെ ഇനി, കാരണം ഈ തുരങ്കമൊക്കെ പൂട്ടിപ്പോയി, ഇനി അതൊക്കെ രണ്ടാമത് പണിത് ഇനി കൂടുതൽ സാധനങ്ങൾ ഇറക്കി. പിന്നെ ഇറാനൊക്കെ അവിടെ ക്ഷയിച്ചിരിക്കുകയാണ്, അവരുടെ വലിയ ബുദ്ധിമുട്ടിലാണല്ലോ. പിന്നെ സഹായികളായിട്ട് ഇപ്പോൾ ഹിസ്ബുള്ളയോ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അതൊക്കെ പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ കണ്ടെത്തി പ്രോക്സികളായിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മറ്റൊരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊക്കെ ഇനി വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി രണ്ടാമത് വെടിവെക്കാൻ. അപ്പോൾ അതുവരെയുള്ള ഒരു സമയം വാങ്ങൽ മാത്രമാണ് ഇത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യമുള്ളൂ. കാരണം ഈ സീസ് ഫയർ ഡീൽ അവിടെ പറയുന്നു യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയം, IDF പിൻവാങ്ങുന്നു എന്ന് പറയുന്ന സമയം, ആ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് തിങ്കളാഴ്ചയാണ് ഈ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ഈ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആഘോഷം അത് നടക്കുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹൈബർ ഹൈബർ യാ യഹൂദ്, ഓക്കെ, ജയ്ഷെ മുഹമ്മദ് സൗഫ യഹൂദ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഹൈബർ ഹൈബർ യാ യഹൂദ് ജയ്ഷൽ ഗസ സൗഫ യഹൂദ്. ഇതാണ് അവിടെ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം, ഇത് അറബിയിലുള്ള ഒരു ചാൻഡാണ്, ഒരു മുദ്രാവാക്യം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബർ ഹൈബർ എന്ന് പറയുന്നത് പണ്ട് മുഹമ്മദ് നബി നടത്തിയ ഒരു ജൂത കൂട്ടക്കൊലയാണ്. ഹൈബർ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സർക്കിൾസിലൊക്കെ പറയുന്ന ഒരു സാധനം. ഒരു കൂട്ടക്കൊല, യുദ്ധം എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു കൂട്ടക്കൊല, ഒരു ജനോസൈഡ്, ഒറിജിനൽ ജനോസൈഡ്. നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനമല്ല. ഈ ഒറിജിനൽ ജനോസൈഡിനെ വിളിച്ച് പറഞ്ഞ് ആ സാധനത്തെ ഇൻവോക്ക് ചെയ്തിട്ടാണ് ജൂതന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഓ ജ്യൂ, അല്ലെങ്കിൽ ഓ ജൂത, ഹൈബർ ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ മുഹമ്മദിന്റെ സൈന്യം വീണ്ടും വരും, അതായത് ജയ്ഷെ മുഹമ്മദിന്റെ സൈന്യം സൗഫയാവൂദ് തിരിച്ചു വരുന്നുണ്ട് എന്ന് പറയാണ്. അതോടൊപ്പം അവരതിനെ ഒന്ന് പാരഡി വൽക്കരിച്ചിട്ട് വേറൊരെണ്ണം കൂടി പറയാണ്, ഹൈബർ ഹൈബർ യാ യഹൂദ് ജയ്ഷൽ ഗസ, അതായത് ഗാസയുടെ സൈന്യം തിരിച്ചു വരും, നിങ്ങൾ എന്നിട്ട് നശിപ്പിക്കും എന്ന് പറയാണ്. ഇതാണ് നമ്മൾ സീസ് ഫയർ ഡീലിൽ കേട്ട മുദ്രാവാക്യം. ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? യുദ്ധം നിൽക്കും, വെടി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ആദ്യത്തെ മുദ്രാവാക്യം ഇതാണ്. എന്നാൽ
ഇതുപോലൊരു മുദ്രാവാക്യം, നിങ്ങൾ ഗാസ ഇപ്പം ഞങ്ങൾ കയ്യിന്ന് പോയി, അടുത്ത തവണ ഞങ്ങൾ ശരിയാക്കാം എന്ന് പറയുന്ന രീതിയിൽ ഒരു മുദ്രാവാക്യം പോയിട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഈ ഇസ്രായേലിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും? കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനോടൊപ്പം അന്നും ഇന്നും ആ ഒരു നിലപാടിൽ നിൽക്കുന്നത്. അവരുടെ ഭാഗത്താണ് ന്യായവും ശരിയും എന്ന് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഡെത്ത് കൾട്ടാണ്. ഇവർ യുദ്ധം പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. ഇവർ ജൂതരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ്. ഹമാസിന്റെ ചാർട്ടറിൽ വരെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത്, ഈ മുദ്രാവാക്യങ്ങൾക്കപ്പുറം ഇപ്പോൾ നടക്കുന്നത്, അവിടെ ഈ ഹമാസിന്റെ ആളുകൾ അവര് ഇപ്പൊ ഒരു രൂപ മാറ്റമൊക്കെ സംഭവിച്ചു, അവർക്ക് എവല്യൂഷൻ സംഭവിച്ചിരിക്കുകയാണ്. അവരിപ്പോ പുതിയ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഗാസ സെക്യൂരിറ്റി ഫോഴ്സ് എന്നൊക്കെയാണ് ഇപ്പൊ അവരെ വിളിക്കുന്നത്. ഹമാസ് എന്ന് ഇപ്പൊ അവരെ വിളിക്കാറില്ല. അപ്പോൾ അതായത് ഗാസയിലെ പോലീസുകാർ എന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് പുതിയ പേരിലാണ് ഇപ്പൊ അവിടെ പണി അവർ തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്ന ആദ്യത്തെ പണി എന്താണ്? ഈ യുദ്ധം നടന്ന സമയത്ത് ഇതിന്റെ വേളയിൽ ആരൊക്കെ ഹമാസിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഹമാസ് ചെയ്ത സാധനങ്ങൾ വീഡിയോ പകർത്തി പുറത്തെത്തിച്ചോ, ആരൊക്കെ അവർക്ക് എതിരെ നിന്നിട്ടുണ്ടോ, അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക. ഒരു കോർട്ട് ട്രയലില്ല, ഒരു തരത്തിലുള്ള ന്യായം പരിശോധിക്കലുമില്ല, നേരെ വെടിവെക്കുക, കൊല്ലുക. ഇതിന്റെ വീഡിയോസ് ആണ് വരുന്നത്. അതിൽ എനിക്കൊരു സമാധാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരിച്ചുള്ള ആക്രമണങ്ങൾ വേറെയും വരുന്നുണ്ട്. അതിന്റെ പേരിൽ ഹമാസിന്റെ ആളുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നുണ്ട്. ഇതിൽ എന്റെ സമാധാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കുറെ എണ്ണം അതായത് ആരെയൊക്കെയോ ഇതുപോലെ തീർക്കണമെന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിട്ട് ഈ മാളത്തിൽ ഒളിച്ചു എന്നതിന്റെ പേരിൽ, ഈ തുരങ്കത്തിന്റെ ഉള്ളിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ, കിട്ടാതെ പോയതിന്റെ പേരിൽ വെറുതെ വിടേണ്ടി വന്ന കുറെ തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികൾ അവിടെ ഉണ്ട്. ആ തീവ്രവാദികൾ ഈ ഒരു അവസരത്തിൽ, യുദ്ധം നിന്നു എന്നുള്ള അവസരത്തിൽ ഇപ്പൊ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വീട് അടച്ചു പോകുമ്പോൾ ഈ അടുക്കളയിൽ നിന്ന് കുറെ പാറ്റയൊക്കെ വെളിയിൽ വരും, എന്നിട്ട് അവർ പിന്നെ അവിടെ ഒരു സാമ്രാജ്യമാണ്. പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹിറ്റിന്റെ ഒക്കെ പരസ്യത്തിൽ എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ അവിടെയുള്ള ആ കുഴിയിൽ നിന്ന് എല്ലാ സാധനവും പൊന്തി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും ഇടികൂടലുമാണ് നടക്കുന്നത്. എന്റെ സംശയം ഇത് കാണുമ്പോൾ, ഈ സീസ് ഫയർ ഡീല്, ഈ ചർച്ച എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നത് ബന്ദികളെ വിട്ടു കഴിഞ്ഞതിന് ശേഷം നീട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ആന്തരിക ശുദ്ധികലശം അതവിടെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ കുറെ തീവ്രവാദികൾ പരസ്പരം വെടിവെച്ച് അവിടെ തീരും. ഇതാണ് ഉണ്ടാവുക. ഇത് തീരലൊരു അത്യാവശ്യമാണ്. കാരണം എന്താണ്? ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഇസ്രായേൽ എന്തെങ്കിലും വെടിവെച്ചാൽ ഇവർ മുഴുവൻ സിവിലിയൻസ് ആയിട്ടാണ് പിന്നെ അറിയപ്പെടുക. അത് പിന്നെ സിവിലിയൻസിനെ കൊന്നു എന്നുള്ള പരാതിയായിട്ട് വേറെ വരും. അത് പിന്നെ ഇസ്രായേലിനെ മണ്ടയ്ക്കിരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ആ പരാതി ഇല്ലാതാനും എന്നാൽ കുറേ തീവ്രവാദികൾ കൊന്നു തീരുകയും ചെയ്യും എന്ന് വരുമ്പോൾ, സ്വാഭാവികമായിട്ടും ഇത് ഗാസക്കാർക്ക് തന്നെ ഗുണമാവുന്ന കാര്യമാണ്. ഇത് ഗാസക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കുറേ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചത്. പക്ഷെ നമ്മൾ കണ്ടത് അവിടെ ജനോസൈഡ് എന്നും അതുപോലെ പട്ടിണിക്കിടുന്നതെന്നും പറഞ്ഞ് അവിടെ നിലവിളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവർ തന്നെ കൊന്നു തീർക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് പുറത്തേക്ക് വരികയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ എന്ന് പറയുന്നത്, നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അവിടെ വംശഹത്യ ഇല്ല. പോയിന്റ് നമ്പർ 1. അവിടെ പട്ടിണിയില്ല. ഇത് പട്ടിണി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്നത് മുഴുവൻ കള്ളത്തര പ്രചരണമാണ്, ഫേക്ക് ആയിട്ടുള്ള ഇമേജസ് ആണ്. അവിടെ ഭക്ഷണം ഉണ്ട്, അവിടേക്ക് പോകുന്ന ട്രക്കുകൾ ഹമാസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറയുന്നത്, യുദ്ധം അവസാനിച്ചു എന്ന് വന്നതോടുകൂടി അടുത്ത ദിവസത്തെ വാർത്ത എന്താണ്? 3 മാസത്തേക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉൺറ തന്നെ പുറത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഉൺറ എന്ന് പറയുന്നത് UN-ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. അവർ വന്നിട്ട് പറയുന്നത് 3 മാസത്തേക്കുള്ള ഭക്ഷണം ഉണ്ട്. അപ്പോൾ ഈ 3 മാസത്തേക്കുള്ള ഭക്ഷണം എങ്ങനെ മാനത്തുനിന്ന് പടച്ചോൻ ഇറക്കി കൊടുത്താണോ? അല്ല, ഇതാണ് അവിടേക്ക് പോയി എന്നും ഇതാണ് അവർ തട്ടിക്കൊണ്ടുപോയി അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ ഇത്ര നാളും പറഞ്ഞു. അതായത് 80% ട്രക്കുകളും അടിച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥ അത് UN-ന്റെ തന്നെ ഡാഷ്ബോർഡിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അതായത് ഗാസയിൽ എത്തി അവിടെ നിന്നും അത് എയ്ഡിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യപ്പെടുന്ന ട്രക്കുകളുടെ എണ്ണം നിങ്ങൾ പരിശോധിക്കുക. UN-ന്റെ ഡാഷ്ബോർഡ് ഉണ്ട്, UN ഓപ്സ് എന്ന് പറഞ്ഞിട്ട് പോയാൽ കിട്ടും. അതിനകത്ത് കാണാം 80% എന്താണ് ഇന്റർസെപ്റ്റഡ് ഐദർ ബൈ ഹംഗ്രി പോപ്പുലേഷൻ ഓർ ബൈ ആംഡ് ആക്ടേഴ്സ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ പട്ടിണി കൂട്ടങ്ങൾ, അല്ല എന്നുണ്ടെങ്കിൽ തീവ്രവാദികൾ. സംഗതി തീവ്രവാദികളാണ് കൊണ്ടുപോയത്. അത് പറഞ്ഞാൽ മതി. പട്ടിണി കിടക്കുന്ന ആളുകൾ ഏതായാലും ഇത് അടിച്ചു മാറ്റിക്കൊണ്ട്, ട്രക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഗാസയിലുള്ള ഹമാസ് ട്രക്ക് വിഴുങ്ങികളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അവരും ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും പുറത്തു വന്നു. കാരണം തൊട്ടടുത്ത ദിവസമാണ് പറയുന്നത്, ദേ സാധനമൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ജനോസൈഡ് അവിടെ പോയി, അപ്പോൾ ഈ പറയുന്ന പട്ടിണി അവിടെ പോയി. അപ്പോൾ ഇതെല്ലാം ഫേക്ക് ആയിരുന്നു, ഇതെല്ലാം ഇവിടെ കെട്ടിച്ചമച്ച സംഗതികളായിരുന്നു എന്നുള്ളത് ഇവിടെ കാണുകയാണ്. ഇനി മൂന്നാമത്തെ ഇതിലെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ആഘോഷങ്ങളും ഇതിന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അന്വേഷിക്കുകയായിരുന്നു ഒരു പട്ടിണിക്കോലത്തെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ടത് മുഴുവൻ കുടവയറും, ഞാൻ കണ്ടത് മുഴുവൻ ഐഫോൺ പിടിച്ച് വീഡിയോ പിടിക്കുന്ന ആളുകളെയാണ് ഞാൻ കണ്ടത്. അതും ലേറ്റസ്റ്റ് മോഡൽ.
17 Pro ഒക്കെയാണ് കൈ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. എങ്ങനെ ഇവർക്ക് പട്ടിണി കിടക്കുന്നതിൻ്റെ ഇടയിൽ iPhone 17 Pro വാങ്ങിക്കാൻ ഇവർക്ക് എവിടുന്ന് സാധിക്കുന്നു? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ സിഗരറ്റുകളും ഒക്കെ പുകച്ചും വലിച്ചും നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആൾക്കൂട്ടത്തിൽ ഇതിൻ്റെ പേരിൽ അവരവിടെ റെസ്റ്റോറൻറ്റ്സിൽ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പട്ടിണി ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ്സ് ഇതുപോലെ നടത്തുന്നത്? ഇതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതി യമനിലോ അല്ലെങ്കിൽ സിറിയയിലോ ഈ പറയുന്ന സുഡാനിലോ നൈജീരിയയിലോ കാണിച്ചു തരാൻ പറ്റുമോ? ഇതുപോലെ പട്ടിണി ഒരു വശത്ത് ആളുകൾ നടത്തുന്നു, അപ്പുറത്ത് iPhone 17 Pro വെച്ചിട്ട് അത് വീഡിയോ എടുക്കുന്ന ആളുകളും റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് കുഴിമന്തി തട്ടുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിവിടെ ഗാസയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതിപ്പോൾ അതെ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ കഴിയും. ഒന്ന് വെയിറ്റ് ചെയ്താൽ കൂടുതൽ ചിത്രങ്ങൾ ഇനിയും പുറത്തേക്ക് വരും. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വെടി നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടി നിൽക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഇനിയൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരിക്കെ അതിന് വേണ്ടിയിട്ട് അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയും ഇവർ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഹമാസിന് ഇതിനകത്ത് റോളില്ല എന്ന് പറയുമ്പോൾ ഇവർ ഹമാസ് അല്ലാതെയായി മാറിക്കൊണ്ട് പുതിയ റോള് കണ്ടെത്തുന്നു എന്ന് വരുന്നിടത്ത് യുദ്ധം ഇനിയും സംഭവിക്കും. പക്ഷേ ഒരു October 7 എന്ന് പറഞ്ഞിട്ട് ഇനി ഇറങ്ങാനുള്ള ത്രാണി അവർക്ക് ഉണ്ടാവില്ല. ഇറങ്ങി തിരിച്ചാൽ ഇതായിരിക്കില്ല തിരിച്ചടി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പടച്ചോൻ വിചാരിച്ചാൽ പോലും നടക്കാൻ പോകുന്നില്ല. ഒരു October 7 ഇനി ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതിനാണ്. കാരണം ഇത് ലോകത്തിന് ഒരുപാട് ഒരു തിരിച്ചറിവ് നൽകിയ ഒരു സമയമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു മൊത്തം വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ October 7 ശേഷം ഏതാണ്ട് അവസാന ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴാണ്, ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കുന്നു എന്ന് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കാൻ അറബ് രാഷ്ട്രങ്ങൾ പോലും ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. പക്ഷേ ഇനിയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കില്ല. തുടക്കം മുതൽ തന്നെ ഇസ്രായേലിനോടൊപ്പം നിൽക്കാനുള്ള ആളുകളാണ് ഇനി ഇവിടെ കൂടുതൽ ഉണ്ടാവുക. അത് ഇസ്രായേലിന് കൂടുതൽ രൂക്ഷമായിട്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനും അതുവഴി ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ലോകം മുഴുവൻ കാണാനുള്ള ഒരു വഴിയാണ് സത്യത്തിൽ അന്ന് അവരുണ്ടാക്കി വെക്കുക. അത് ഈ ഹമാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗാസയിൽ ഇനി ആരാണോ പുതിയ പേരിൽ വരാൻ പോകുന്നത് അവരാണ് ഉണ്ടാക്കി വെക്കുക. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം എങ്ങനെ യുദ്ധം നിന്നു എന്ന് എല്ലാവരും പറയുന്നു. യുദ്ധം നിന്നത് എങ്ങനെയാണ്? ആര് വിചാരിച്ചപ്പോഴാണ് സത്യത്തിൽ യുദ്ധം നിന്നത്? ഇസ്രായേൽ വിചാരിച്ചപ്പോഴാണോ അതോ ഹമാസ് വിചാരിച്ചപ്പോഴാണോ യുദ്ധം നിന്നത്? ഹമാസ് വിചാരിച്ചപ്പോഴാണ്. അപ്പോൾ ഈ എപ്പോൾ വേണമെങ്കിലും ഹമാസിന് ഇത് വിചാരിച്ചാൽ അപ്പോൾ യുദ്ധം നിൽക്കാമായിരുന്നു എന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ എന്തുകൊണ്ട് ഇത് മുന്നേ ചെയ്ത് ഈ യുദ്ധം നിർത്തിയില്ല? ഇതപ്പോൾ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോയത് ആർക്ക് വേണ്ടിയാണ്? ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ യുദ്ധം നിർന്നു, ഇസ്രായേൽ തോറ്റു എന്നൊക്കെ പറയുന്നു. ശരി, നമ്മൾ തോറ്റു. ആരാണ് നിർത്തിയത്? എങ്ങനെയാണ് നിന്നത് എന്നത് അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ വലിയ മാനവിക സ്നേഹം അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറയും. പക്ഷേ ഈ വിഷയം നമ്മൾ പറയാൻ നമ്മൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് ലോകത്തോട് ചെയ്യുന്ന ഒരു ചതിയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ വസ്തുത നമ്മൾ പറയാൻ ഇറങ്ങി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് വസ്തുതയായിരുന്നു എന്ന് വീണ്ടും തെളിയിക്കുന്ന സംഗതികളായിട്ട് ഇപ്പോൾ ഈ സീസ്ഫയർ ഡീൽ അനന്തര സമയങ്ങളിൽ ഇപ്പോൾ കൂടുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യമാണ്. അത് സംഭവിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു നില, ഇത്രയും നാളുകൾ അതിനോടൊപ്പം നിന്നതിന് ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താ പറയുക ഒരു ഡ്രീം തന്നെ കൊണ്ട് നടന്നിരുന്ന ഒരു സംഗതി, അത് നമ്മളെടുത്ത നിലപാടുകൾ അതൊക്കെ ശരിയാണെന്ന് വരുന്നോട് തന്നെ നമുക്കൊരു ആത്മസംതൃപ്തിയാണ് നമുക്കിത് ലഭിക്കുന്നത്. യുദ്ധം നിന്നാലും നിന്നില്ലെങ്കിലും നിലവിൽ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആരിഫ് സാർ തുടക്കത്തിൽ തന്നെ ചോദിച്ചതുപോലെ അത് തന്നെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഗാസയിൽ വെടി നിൽക്കുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഇത്തരത്തിൽ ആരിഫ് സാർ പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആര് തുനിഞ്ഞിറങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ ആര് വിചാരിച്ചപ്പോഴാണ് യുദ്ധം നിന്നത്? അത് ഹമാസ് വിചാരിച്ചപ്പോഴാണ് യുദ്ധം അവസാനിച്ചത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ പറയേണ്ടതും. അത് തന്നെയാണ്. ഇസ്രയേൽ ആയിരുന്നില്ല വിചാരിച്ചത്, ഹമാസ് ആണ് ഏറ്റവും ഒടുവിൽ ശരി ബന്ദികളെ വിട്ടുകൊടുക്കാം എന്ന് തീരുമാനിച്ചത്. അതിനുശേഷമാണ് ഈജിപ്തിൽ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ, ഹമാസ് നേതാക്കളും ഇസ്രയേലിന്റെ തലവന്മാരും ചേർന്ന് ഇത്തരത്തിൽ ഒരു സമാധാന ഉടമ്പടി, ഒരു ധാരണാപത്രം തന്നെ അംഗീകരിക്കാം എന്നൊരു നിലപാടിലെത്തിയത്. കരാർ ഒപ്പുവയ്ക്കുന്നതും ഒപ്പം ബന്ദികളെ വിട്ടുകൊടുക്കുന്നതും ഒക്കെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും ഒടുവിൽ ആ ചോദ്യം തന്നെ നമ്മൾ അവസാനിപ്പിക്കുന്നു, ഗാസയിൽ വെടി നിൽക്കുമോ എന്നത് വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.